ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ബിസിനസ് മീറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ സാഹസികമായി വണ്ടി ഓടിച്ച് സാർ ഞങ്ങൾ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ സാറുണ്ട്, അമൃതേച്ചിണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അങ്ങനെ ബിസിനസ് മീറ്റ് ഇവിടെ കോഫി മീറ്റ് ആയിട്ടുണ്ട്. സാറ് അമൃതേച്ചൊക്കെ ഭയങ്കര മീറ്റിംഗിലായപ്പോൾ പക്ഷേ എന്റെ നോട്ടം മൊത്തം ഈ കടിയിലേക്കാണ്. അങ്ങനെ എന്റെ കോഫി എത്തിയിട്ടുണ്ട്. ഞാൻ സമാധാനമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃതേച്ചി ആണെങ്കിൽ ടോട്ടലി ഫുൾ സീരിയസ് മൂഡാണ്. ചായ കുടിക്കുമ്പോൾ പോലും അമൃതേച്ചി ഭയങ്കര സീരിയസ് ആയിട്ട് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോഫി മീറ്റിൽ നിന്ന് ഒഫീഷ്യൽ മീറ്റിംഗിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അങ്ങനെ ബിസിനസ് മീറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബ്രോഡ്വേയിലേക്കാണ്. ജനുവരി ഒക്കെ ആയില്ലേ, ഓഫീസിലേക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടേ. അമൃതേച്ചി ആണെങ്കിൽ സ്റ്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാ ആത്മാർത്ഥത. അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ വന്ന കട ഇതാണ്. ഓഫീസിലേക്ക് ഈ വർഷത്തെ ഡയറി, നോട്ട് പാഡും കുറച്ച് പേനയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി വന്നേക്കണേയാണ്. അമൃതേച്ചിക്ക് ഡയറിയൊക്കെ കൂലനർഷമായി നോക്കുന്നുണ്ട്. കാരണം അമൃതേച്ചിക്ക് ഉപയോഗിക്കാനുള്ള ഡയറിയാണ് അത്. കട ചെറുതാണെങ്കിൽ കടയിൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങളൊക്കെ എങ്ങനെയാ നിൽക്കണേന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം അത്രയും തിരക്കാണ്. ഈ എടുത്തു വെച്ചാൽ ഞങ്ങളുടെ സാധനങ്ങളാണ്. അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പതിയെ അതിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു വാട്ടർ ബോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അമൃതേച്ചി ഇതേ അത് കൈക്കലാക്കിയിട്ടുണ്ട്. ഏതാ മുഖത്തെ നിഷ്കളങ്കത, എനിക്കും വേണമെന്നാണ് ചോദിക്കണേ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ദേ നടക്കാണ്. നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ കയ്യിലെ ഞരമ്പൊക്കെ ദേ തള്ളിപ്പോ പുറത്തു വരും. പക്ഷെ ആ വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ ആരെയും കാണിക്കാണ്ടാണ് ഈ നടക്കുന്നത്. അങ്ങനെ പർച്ചേസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിയാണ്. തൊപ്പുവാപ്പേന്ന് നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. സമയം 3 മണി. വേസ്റ്റിന്റെ കണ്ണ് കാണാൻ പാടില്ല. ബിരിയാണി മാത്രമല്ല, ഡ്രാഗൺ ചിക്കനും ഉണ്ട്. അങ്ങനെ പോളിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അമൃതേച്ചിക്ക് ഇവിടെ ലിപ്സ്റ്റിക്കിൽ തട്ടാണ്ട് കഷ്ടപ്പെട്ട് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്റെ ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് വരാം. നല്ല ബിരിയാണി ആയിരുന്നു. അമൃതേച്ചി പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഇനി തിരിച്ച് ഓഫീസിലേക്ക് പോവാണ്. വയറ് നിറഞ്ഞ സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.